നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുമ്പോൾ കോൺഗ്രസിൽ അവിശ്വാസം ലീഗിന് എന്നതാണ് ഇപ്പോൾ UDF രാഷ്ട്രീയത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ലീഗ് നേതൃത്വം കേരള കോൺഗ്രസിനെ കൂടെ കൂട്ടാൻ നീക്കം നടത്തി. അത് ഭരണമാറ്റം ഉണ്ടാകില്ല എന്ന് തിരിച്ചറിവ് വന്നപ്പോഴാണ് ലീഗ് അത്തരത്തിലൊരു ശ്രമത്തിന് മുന്നിട്ടിറങ്ങിയത്. പക്ഷേ ആ ശ്രമവും പരാജയപ്പെട്ടതോടെ വലിയ അതൃപ്തിയിലേക്ക് ലീഗും കോൺഗ്രസും ഒക്കെ പോകുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിർബൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. നിർബൻ, ഇപ്പോൾ ലീഗിന്റെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണമാറ്റം എന്നത് ബുദ്ധിമുട്ടാണ് എന്നാണോ ലീഗ് മനസ്സിലാക്കുന്നത്? കോൺഗ്രസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നാണോ അവർ പറയുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങേണ്ട എന്ന് തന്നെയാണോ ലീഗിന്റെ വിലയിരുത്തൽ? തീർച്ചയായും മനു, ഈ ലീഗ് ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് ലീഗിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നേരിയ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ സാധ്യതയില്ല എന്ന് ലീഗ് വിലയിരുത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ തന്നെ നമ്മൾ ആദ്യത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഒരു പുതിയ പോർമുഖമായിരിക്കും സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടാകുക. അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും ആ ഭരണ തുടർച്ച, ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ, കൃത്യമായി ഒരു ഇടതുപക്ഷ ബദൽ എങ്ങനെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളിലെ അടിസ്ഥാന മേഖലയിലെ വികസനം മുതൽ വൻകിട പദ്ധതികൾ, ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ എങ്ങനെയാണ് ജനങ്ങളെ കരുതലോടുകൂടി ഒപ്പം ചേർത്ത് മുന്നോട്ട് പോകുന്നത്, ഇത്തരം കാര്യങ്ങളിൽ ഒരു ഫോക്കസ് സ്വാഭാവികമായും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരും. അതൊരു ഭരണസ്ഥിരതയുള്ള ദിശാബോധമുള്ള പിണറായി വിജയനെ പോലുള്ള നേതാവ് ഭരിക്കുന്ന LDF മുന്നണിയും സ്വാഭാവികമായി 2016 മുമ്പുള്ള UDFനെ സംബന്ധിച്ച് സ്വാഭാവികമായി ഒരു താരതമ്യം വരും എന്ന കാര്യം ഉറപ്പാണ്. ഇതൊക്കെ തന്നെ ലീഗ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ ലീഗിന് ഇത് വ്യക്തമായി അറിയാം. ഒപ്പം തന്നെ കോൺഗ്രസിനുള്ളിലുള്ള അപജയം, ചേരിപ്പോര്, ആര് മുഖ്യമന്ത്രിയായും ആര് നയിക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ, സംഘടനാ ദൗർബല്യങ്ങൾ. കാരണം കോൺഗ്രസ് 2016 ഉമ്മൻചാണ്ടിയുടെ കാലത്തും AK ആൻ്റണിയുടെയൊക്കെ പ്രതാപകാലത്ത് ഏറെക്കുറെ രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ വളരെ സ്വാധീനമുണ്ടായിരുന്ന AI ഗ്രൂപ്പുകളുടെയൊക്കെ സ്വാധീനമുള്ള കോൺഗ്രസ് പ്രബലമായിരുന്ന കാലത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്. VD സതീശൻ്റെയും സണ്ണി ജോസഫിൻ്റെയും കോൺഗ്രസ് എന്ന കാര്യം ലീഗിന് വ്യക്തമായി അറിയാം. പ്രതാപശാലികളായിട്ടുള്ള അവരുടെ ഘടകകക്ഷി നേതാക്കൾ വലിയ തരത്തിലുള്ള പിന്തുണയായിരുന്നു UDFന് ഉണ്ടായിരുന്നത്. മധ്യ കേരളത്തിൽ അത് KM മാണിയാണ്. ഒപ്പം തന്നെ ഇതര സാമുദായിക സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അന്ന് പാണക്കാട് തങ്ങൾ മുതൽ മധ്യ കേരളത്തിൽ KM മാണി മുതൽ ഉമ്മൻചാണ്ടി മുതൽ അടങ്ങുന്ന ഒരു കോൺഗ്രസിൻ്റെ സജീവമായിട്ടുള്ള ഒരു പ്രത്യേക കോമ്പിനേഷനായിരുന്നു അക്കാലം. ഘടകകക്ഷികളിലെ ഏറ്റവും പ്രധാനികളായിരുന്നു TN ജേക്കബ് മുതലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ. PJ ജോസഫ് ഇതിനേക്കാൾ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു ഭാഗത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു പിന്തുണ ഉള്ള വലിയ പ്രബലമാരായിട്ടുള്ള നേതാക്കൾ നയിച്ച UDF ആയിരുന്നു 2016 വരെ ഉണ്ടായിരുന്നു. 2016 സ്ഥിതി ആകെ മാറിയിട്ടുണ്ട്. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള മുന്നേറ്റം ഇടതുപക്ഷത്തിന് തുടർച്ചയായി ലഭിക്കുന്ന ചില മണ്ഡലങ്ങളുടെ പാറ്റേൺ അത് ലീഗ് വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ നടത്തിയ ഭരണ നേട്ടത്തിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ വിജയം അതൊരു സൈനായി തന്നെ ലീഗ് കാണുന്നുണ്ട്. അതുകൊണ്ട് സർക്കാരിനെ വിലയിരുത്തുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ സംഘടനാ ശേഷി വെച്ച് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന ഒരു വിലയിരുത്തൽ ലീഗിനുണ്ട്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം മാത്രം വച്ചുകൊണ്ടുള്ള ചില കണക്കുകളെ, ചില മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില കണക്കുകളെയോ അത് വച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നരേഷനിലും ലീഗ് വിശ്വസിക്കുന്നില്ല. അതാണ് ലീഗ് മറ്റൊരു വഴി തേടുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പോലും എടുക്കുന്നതിനേക്കാൾ മുൻപേ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ LDFൽ നിന്ന് UDFിലേക്ക് എത്തിക്കാനുള്ള പലതരത്തിലുള്ള ചർച്ചകൾക്ക് എന്തുകൊണ്ട് ലീഗ് മുൻകൈ എടുത്തു എന്ന കാര്യമാണ്. അത് ലീഗ് ഇത്തരം ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സ്വാഭാവികമായി തന്നെ അതിൻ്റെ അതൃപ്തി അടൂർ പ്രകാശും സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ പങ്കുവച്ചതാണ്. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ലീഗ് അങ്ങനെ ഒരു മുൻകൈ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പൂർണ്ണമായി അവർ കോൺഗ്രസിനെ അവിശ്വസിക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ തന്നെ കോൺഗ്രസിനുള്ള 22 MLA മാത്രമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ എത്ര കണ്ട് മുന്നേറ്റം ഉണ്ടാക്കിയാലും എത്ര സീറ്റ് കോൺഗ്രസിന് മാത്രം പിടിക്കാനാകുമെന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രബലരായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്ന നേതാക്കൾ തന്നെ രഹസ്യമായി പല ഘട്ടങ്ങളിൽ സമ്മതിക്കുന്നുണ്ട്. അവർ അധികാരത്തിൽ വരും എന്ന ആഗ്രഹത്തിന് ഏറ്റവും വലിയ നിദാനമായി അവർ കാണുന്നത് ലീഗിൻ്റെ മുന്നേറ്റമാണ്. ലീഗിൻ്റെ പ്രദേശങ്ങളിലുള്ള അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതാണ്. അതും ലീഗിനറിയാം.
അങ്ങനെ ലീഗിനും കൂടി സ്വാധീനമുള്ള മറ്റൊരു പാർട്ടി കൂടി യു ഡി എഫിനകത്ത് വരികയാണെങ്കിൽ അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കുറുമുന്നണിയായി യു ഡി എഫിനകത്ത് വരുമെന്നും അതിൻ്റെ സമ്മർദ്ദം മുഴുവൻ ലീഗിന് ഗുണമായി മാറുമെന്നും ഏറെക്കുറെ കേരളത്തിലെ യു ഡി എഫിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ലീഗ് നിശ്ചയിക്കുന്ന ആൾ തന്നെ വരുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ ശക്തിയിലേക്ക് ലീഗിന് മാറാൻ കഴിയും എന്ന ഒരു ലക്ഷ്യം കൂടി ലീഗിനുണ്ട്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ ആശങ്ക വർദ്ധിക്കുന്ന കാര്യമാണ്. പക്ഷേ എങ്ങനെയും അധികാരത്തിൽ വരാൻ എന്തുണ്ട് മാർഗം എന്ന് നോക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിലൊക്കെ അവർ നിഷ്പക്ഷത പാലിക്കുകയും പല കാര്യങ്ങളും അഭിപ്രായം പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് വസ്തുത. പക്ഷേ വലിയ തരത്തിലുള്ള പ്രതിസന്ധി യു ഡി എഫിനുള്ളിൽ ഉടലെടുത്തിട്ടുണ്ട്. ഒന്ന്, ഇത്തരമൊരു നീക്കം നടത്തി അത് പൊളിഞ്ഞുപോയി. ലീഗ് എന്തിന് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തു, ലീഗ് ചർച്ച നടത്തിയെന്ന് ലീഗ് പറയുന്നു. പക്ഷേ അത് കോൺഗ്രസ് നേതാക്കൾക്ക് പാടെ നിഷേധിക്കാൻ കഴിയുന്നില്ല. സംഭവം പൊളിഞ്ഞുപോയി. പൊളിഞ്ഞതിൻ്റെ വല്ലാത്ത ജാള്യത കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് യോഗം ചേർന്ന് യു ഡി എഫ് മുന്നണി വിപുലീകരിക്കുന്നു. കൂടുതൽ കക്ഷികൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് വരാൻ പോവുകയാണ്. ആദ്യ 3 പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രഖ്യാപനം നടത്തി. അതിൽ ഒരു നേതാവ് പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ വിഷ്ണുപുര ചന്ദ്രശേഖരൻ തള്ളിക്കളഞ്ഞു. അതിനുശേഷമാണ് മാണി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മിനെ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിൽ എത്തിക്കാനുള്ള ശ്രമമാണ് അടുത്ത് നമ്മൾ നടക്കുന്നതെന്ന് പരസ്യമായി നേതാക്കൾ പറയുന്നു. അത് പൂർണ്ണമായി ജോസ് കെ മാണി തള്ളിക്കളഞ്ഞതോടെ, നിഷേധിച്ചതോടുകൂടി തങ്ങൾ എൽ ഡി എഫിൻ്റെ ഭാഗമാണ്, എൽ ഡി എഫിൽ ഉറച്ചു തന്നെ നിൽക്കും, 3ാം പിണറായി സർക്കാർ 3ാം എൽ ഡി എഫിൻ്റെ തുടർച്ചയുണ്ടാകും, അതിനുവേണ്ടിയാണ് നമ്മൾ എൽ ഡി എഫിൽ തുടരുന്നത് എന്ന നിലപാട് കൂടി സ്വീകരിച്ചതോടുകൂടി അതിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതുകൊണ്ട് ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ പല നീക്കങ്ങളും പൂർണ്ണമായി പൊളിഞ്ഞു പോകുന്നു. മുന്നണി വിപുലീകരണത്തിൻ്റെ പ്രഖ്യാപനം പാടെ ആ പ്രഖ്യാപിച്ച നേതാവ് തന്നെ തള്ളിക്കളയുന്നു. അതിനുശേഷം ലീഗ് എടുക്കുന്ന പലതരത്തിലുള്ള കോൺഗ്രസിനെ അവിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന പല നീക്കങ്ങളിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. പക്ഷേ നിലവിൽ 22 MLA-മാർ മാത്രമുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് വഴങ്ങേണ്ടി വരുന്നുണ്ട് എന്ന കാര്യത്തിലുള്ള അതൃപ്തി ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ നേതാക്കൾക്ക് അടക്കമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ലീഗിൻ്റെ അവിശ്വാസം എന്തുകൊണ്ട് കോൺഗ്രസിനെ അവിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം കൊണ്ടോ കോൺഗ്രസിൻ്റെ അവകാശവാദങ്ങൾ കൊണ്ടോ ഒരു ഭരണമാറ്റം ഉണ്ടാകില്ല എന്ന് ലീഗ് വിശ്വസിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ലീഗ് ഇത്തരം ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്നതിനേക്കാൾ ആവേശം ലീഗ് എടുക്കുന്നത്. മനു, ശരി, ഏതായാലും കാത്തിരിക്കാൻ നിർബൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നോട്ട് പോക്കിൽ ലീഗിന് കോൺഗ്രസിൽ അവിശ്വാസം, കോൺഗ്രസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നാണ് ലീഗ് പറയുന്നത്. അവരുടെ ഒരു നിരീക്ഷണം അങ്ങനെയാണ്. കോൺഗ്രസിലെ തമ്മിലടികളൊക്കെ വലിയ പ്രതിസന്ധി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ലീഗ് വിലയിരുത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ചയാകും, വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകും. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം കൊണ്ട് കാര്യമുണ്ടാകില്ല എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പിടികൂടാൻ അവർ ചാക്കുമായി ഇറങ്ങിയത്. പക്ഷേ അതിൽ മാണി കോൺഗ്രസ് വീണില്ല. അവർ കൃത്യമായ നിലപാട് പറയുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും അത്തരത്തിലൊരു പ്രതിസന്ധിയെക്കുറിച്ചാണ് ഇപ്പോൾ നിർബൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, യു ഡി എഫ് രാഷ്ട്രീയത്തിനുള്ളിൽ നിന്ന് സംസാരിച്ചത്.